സ്വപ്നങ്ങളുടെ താണ്ഡവത്തിൽ ഉലഞ്ഞുപോയ മനസ്സ്, പാതിയുറക്കത്തിൽ ഞെട്ടിയുണരുമ്പോൾ അടർന്നു വീണ ചിന്തകൾ പെറുക്കിക്കൂട്ടിയവയാണ് എന്റെ കവിതകൾ. നഷ്ടപ്പെടുമായിരുന്ന മനോധൈര്യം വീണ്ടെടുത്ത ഏകാന്തതയെ പൊരുതിത്തോൽപ്പിച്ച പ്രിയ എഴുത്തുകാരി ഗ്രേസി കെവിയുടെ വാക്കുകൾ. അതെ, ഗ്രേസി ടീച്ചറുടെ കവിതാ സമാഹാരത്തിന്റെ പേര് മാത്രമല്ല പുനർജനി, മറിച്ച് ഒരു പരിധിവരെ ചില ജീവിത സത്യങ്ങളുമാണ് പുനർജനി. ഗ്രേസി കെവിയുടെ കവിതകളിൽ മനുഷ്യജീവിതത്തിന്റെയും ചുറ്റുപാടുകളുടെയും നിറമുള്ള അടയാളപ്പെടുത്തലുകളാണുള്ളത്. കലഹങ്ങളും കലാപങ്ങളും അസ്വസ്ഥമാക്കപ്പെടുന്ന മനസ്സിൽ നിശബ്ദമാക്കപ്പെടുന്ന പ്രതീക്ഷയുടെ ശവക്കല്ലറ പൂകാൻ വെമ്പുന്ന ചിന്തകളിലൂടെയും ചില കവിതകൾ ശ്രദ്ധേയമാകുന്നു എന്ന് അവതാരികയിൽ ഡാർവിൻ പിറവം പറയുന്നത് കവിതകളെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കല, സാഹിത്യ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം ചെയ്തുവരുന്ന എഴുത്തുകാരി കേരള സാഹിത്യ സംഗമവേദിയുടെ വൈസ് പ്രസിഡന്റാണ്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടലുകൾ നടത്തുന്ന ഗ്രേസി കെവി പയ്യമ്പള്ളി സെയിന്റ് കാതറീൻസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ്. പുനർജനി തുറന്നുവെച്ച വയനാടിന്റെ അക്ഷരഭൂമികയിൽ ഗ്രേസി ടീച്ചർ. മലനാട് ചാനലിൻ്റെ അക്ഷരഭൂമിക എന്ന പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പയ്യമ്പള്ളി സെൻറ്റ് കാതറിൻസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയും എഴുത്തുകാരിയുമായ ഗ്രേസി ടീച്ചറാണ് നമ്മളോടൊപ്പമുള്ളത്. ഗ്രേസി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ പോലും എഴുതിയ പുസ്തകങ്ങളുടെ പ്രാധാന്യം കൊണ്ടും കവിതകളുടെ മാഹാത്മ്യം കൊണ്ടുമൊക്കെ വയനാട് ജില്ലയിലും മലയാളത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ കവിതകളുടെ കൂട്ടത്തിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ടീച്ചർക്ക് സ്വാഗതം. ടീച്ചർ സന്തോഷത്തോടു കൂടിയാണ് ടീച്ചറുടെ മുന്നിൽ ഇരിക്കുന്നത്. കാരണം കുഞ്ഞുണ്ണി മാഷ് സ്മാരക അവാർഡടക്കം നേടിയിട്ടുള്ള ടീച്ചർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുനർജനി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ടീച്ചറുടെ പുസ്തകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ എഴുത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിലേക്ക് തയ്യാറായിരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. ടീച്ചർ എഴുതി തുടങ്ങിയ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ എഴുതി തുടങ്ങുവാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. നമസ്കാരം മാഷേ. എഴുത്തെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വന്നു ഭവിച്ചതാണ് എന്ന് എൻ്റെ കാര്യത്തിൽ പറയാം. എഴുതാൻ വേണ്ടി എഴുതിയതല്ല, അത് ആ ഒരു വഴിയിലേക്ക് കാലം എത്തിച്ചു എന്ന് പറയുന്നതാവും ഏറെക്കുറെ ശരി. എഴുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പഠിക്കുന്ന കാലത്ത് തന്നെ എഴുതിയിരുന്നു. പക്ഷേ അത് വെളിച്ചം കാണാത്ത എഴുത്തുകളായിരുന്നു, ഡയറിയിൽ മാത്രമായിരുന്നു. പിന്നീട് 7 വർഷങ്ങൾക്ക് മുമ്പ് 2017 എൻ്റെ ഭർത്താവ് ടോമി, ഞാൻ പപ്പ എന്ന അദ്ദേഹത്തെ വിളിക്കുക, അദ്ദേഹം വളരെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ആ ഒരു അവസ്ഥയിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് വീണുപോയി. കാരണം ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്രതീക്ഷിതമായ വിയോഗമായതുകൊണ്ട് അതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ വല്ലാതെ വിഷമിച്ചൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഞാനന്ന് മുള്ളംകൊല്ലി UP സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ സഹാധ്യാപകരാണ്. അതിൽ പ്രധാനമായിട്ടും ഷിനി ടീച്ചറാണ്. ഞങ്ങൾ നേരത്തെ തന്നെ മറ്റൊരു സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, നല്ല കൂട്ടുകാരുമായിരുന്നു. അപ്പോൾ തളർന്നു പോകരുത് എന്ന് പറഞ്ഞ് എഴുത്ത് വഴിയിലേക്ക് വരണം, ആ എഴുത്തിൽ നിന്ന് മാത്രമേ കരകയറാൻ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ എഴുത്തിലേക്ക് നയിച്ചത് ഷിനി ടീച്ചറാണ്. ഷിനി ടീച്ചർ നിർബന്ധിക്കുകയും അങ്ങനെ ഞാൻ എഴുതി തുടങ്ങുകയും ചെയ്തു. ആ ഒരു കാലം എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വീഴ്ചയിൽ ഏറ്റവും അധികം താങ്ങായി നിന്നത് എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സൗഹൃദങ്ങളുടെ തണലിൽ നിന്ന് ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാം. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ എഴുതി തുടങ്ങിയെങ്കിലും അതൊന്നും ആരെയും തന്നെ കാണിച്ചിരുന്നില്ല. പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സങ്കടങ്ങളുണ്ടല്ലോ, നമ്മളൊന്നുമല്ലാതായി തീരുന്നു, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകുന്നു, അപ്രത്യക്ഷമാകുന്നു, ഈ ഭൂമി നമുക്ക് മുന്നിൽ ഇല്ലാതാവുന്നു എന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എഴുതി തുടങ്ങുക. അപ്പോഴെൻ്റെ ആശ്രയമായിരുന്നു അക്ഷരങ്ങൾ. അത് പിന്നീട് ഞാനങ്ങനെ ഡയറിയിൽ വെച്ചു. അതിനുശേഷമാണ് കൊറോണ കാലം വരുന്നത്. ആ കൊറോണ കാലത്ത് നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇഷ്ടം പോലെ സമയം. അപ്പോഴാണ് ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ ചെല്ലുമ്പോൾ അവിടെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്, എഴുത്ത് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ 1-2 ഗ്രൂപ്പുകളിൽ അംഗമായി അവിടെ ഞാൻ എൻ്റെ കവിതകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ വെച്ചാണ് ശ്രീ അജികുമാർ നാരായണനെ ഞാൻ പരിചയപ്പെടുക. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാ
രചനകളെയും ആദ്യകാലം മുതൽക്ക് ഇന്ന് വരെയുള്ള എൻ്റെ എഴുത്തുകളെയെല്ലാം കണ്ടെത്തുകയും ടീച്ചർ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ടീച്ചറുടെ കവിതകൾ വെളിച്ചം കാണേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ ധൈര്യവും തന്നുകൊണ്ട് എനിക്ക് വേണ്ടുന്ന വഴിയൊരുക്കി തന്നത് അജി മാഷാണ്. ഏതായാലും ഷിനി ടീച്ചർക്കൊരു നല്ല നമസ്കാരം. അതുപോലെ തന്നെ അജി സാറിനും. സ്വാഭാവികമായിട്ടും പഴയൊരു കാലഘട്ടത്തിൽ ഡയറിയിലും അല്ലാതെയുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള വലിയ സർഗാത്മകതയുടെ ഒരു ഒഴുക്കിന് സാഹചര്യം ഒരുക്കിയവരോട് ഏതായാലും നന്ദിയുണ്ട്. അങ്ങനെ എഴുതി തുടങ്ങി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ എഴുത്തിനെ വല്ലാതെ പ്രചോദിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കുള്ളത്. ആ എഴുത്തിനെ കുറിച്ച് എന്താ തോന്നുന്നത്? പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് പുതിയ എഴുത്തുകാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ എഴുത്തുകൾ. കാരണം ഈ നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്ന, അച്ചടിച്ച് വരുന്ന മാഗസിനുകളിൽ, വാരികകളിലൊക്കെ സാധാരണക്കാരുടെ എഴുത്തുകൾ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അവസരമല്ലത്. പക്ഷേ അത് എല്ലാവർക്കും ഒരു മടിയുമാണ്. എങ്ങനെയായിരിക്കും തങ്ങളുടെ രചന എന്നുള്ളത് പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ളൊരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ ഇത്തരം ഗ്രൂപ്പുകളിൽ തങ്ങളുടെ രചനകൾ പോസ്റ്റ് ചെയ്യുവാനും അവിടെ ലഭിക്കുന്ന ചിലപ്പോൾ തിരുത്തലുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ മാറ്റി എഴുത്തലുകൾ, പ്രോത്സാഹനങ്ങൾ എല്ലാം കൊണ്ട് ഒരു മടിയും കൂടാതെ എഴുത്തിലേക്ക് കടന്നു വരാൻ ഓൺലൈൻ മാധ്യമം വളരെയധികം സഹായമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവവും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം. അല്ല, അതൊരു വലിയ സത്യമാണ്. കാരണം ഓൺലൈൻ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന വലിയൊരു വിഭാഗം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും സത്യത്തിൽ എഴുതി തുടങ്ങുന്നവർക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം അതിൽ അപ്പോൾ ഏതാണ് തിരുത്തൽ, ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയാണ് അപാകത എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അപാകതയാണെങ്കിൽ നമുക്ക് തിരുത്താനുള്ളൊരു അവസരം കിട്ടുന്നു. അതുമാത്രമല്ല, നിരവധി വായനക്കാരുടെ പ്രതികരണങ്ങൾ അപ്പോൾ തന്നെ കിട്ടുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഏതായാലും സൗഹൃദങ്ങൾ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ആ സൗഹൃദങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയാം. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിത വഴിയിൽ എപ്പോഴും ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പെട്ടെന്നുണ്ടായ ജീവിതത്തിലെ ഒറ്റപ്പെടൽ, അതിൽ നിന്ന് എന്നെ കരകയറ്റിയത് അന്ന് മുള്ളംകൊല്ലി സ്കൂളിലുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ പോലും വീട്ടിലിട്ടുകൊണ്ട് ഒരു 2-3 രാത്രികളിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എന്നെ താങ്ങി നിർത്തിയ ആളുകളുണ്ട്. ജയമോൾ ടീച്ചർ, മിൻസി ടീച്ചർ, സോണിയ ടീച്ചർ, ജോയ്സ് ടീച്ചർ, ബിജു സാറ്, എല്ലാറ്റിലും അത് പറഞ്ഞ അത് ടോമി സാറ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഞാൻ അന്ന് ഒരു 1 മന്ത് ലീവൊക്കെ എടുത്തിട്ട് ഇരിക്കണം, അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ടോമി സാർ അന്ന് സമ്മതിച്ചില്ല. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് എൻ്റെ കീഴിലുള്ള സ്കൂളാണ് ഞങ്ങളുടേത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ ലീവ് ക്യാൻസൽ ചെയ്യിക്കും, ടീച്ചർ വീട്ടിലിരുന്നാൽ ഒന്നും അല്ലാതായി തീരും, വീണ്ടും താഴേക്ക് പോകുമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചെന്നെ സ്കൂളിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റത് എന്ന് തന്നെ പറയാം. ഏതായാലും നമുക്ക് അത്തരം ആ സൗഹൃദങ്ങളോടൊക്കെ വലിയ നന്ദിയുണ്ട്. ഏതായാലും ഗ്രേസ് ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം, ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഏറെ എഴുതിയെന്ന് പറഞ്ഞു, എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം അടക്കം കിട്ടിയ പുനർജനി എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് നമുക്ക് കടക്കാം. അതിൽ പ്രധാനപ്പെട്ട നിരവധി കവിതകളുണ്ട്. കവിതകൾക്കൊക്കെ പൊതു സ്വഭാവമല്ല ഉള്ളത്, വ്യത്യസ്ത സ്വഭാവങ്ങൾ തന്നെയാണുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കവിത തന്നെയാണ് പുനർജനി. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിധവ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ടീച്ചർ ഒരു പക്ഷേ അത്തരമൊരു രചനയുടെ പിന്നിൽ ഉള്ള സ്വന്തം അനുഭവത്തിൻ്റെ ഒരു വെളിച്ചം കൂടിയായിരിക്കാം. എങ്കിൽ ആ കവിതയെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും വിധവ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 3-4 മിനിറ്റുകൾ കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയിൽ, പെട്ടെന്നുണ്ടായ ഒരു പ്രചോദനത്തിൽ ഞാൻ എഴുതി തീർത്തൊരു കവിതയാണ്. അതിൻ്റെ കൂർത്തു നിൽക്കുന്ന അരികുകളൊന്നും ഞാൻ ചെത്തി മിനുക്കിയിട്ടില്ല. അതങ്ങനെ തന്നെയാണ് പുസ്തകത്തിലേക്ക് പ്രസിദ്ധീകരിക്കാൻ ഞാൻ കൊടുത്തതും. അത് ചേർത്ത് വെച്ചത് അങ്ങനെയാണ്. കാരണം മനസ്സിൽ തട്ടി അതിൻ്റെ മുറിവേറ്റ കുറേ അവസ്ഥകളുണ്ട്. ആ അവസ്ഥയിൽ നിന്നാണ് ആ കവിത ഉണ്ടാവുക. അത് സ്വന്തം അനുഭവമാണ്. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളുടെ അനുഭവം അതിലുണ്ട്. ആ ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് എന്നെ ആ കവിത എഴുതാൻ പ്രേരിപ്പിച്ചത്. ഒരുപാട് ആളുകൾ വളരെ നന്നായി ഏറ്റെടുത്തൊരു കവിതയാണിത്. ഒരുപാട് സ്ത്രീജനങ്ങളും പ്രത്യേകിച്ച് ഷിജി ടീച്ചറൊക്കെ ആ പുസ്തകം പ്രസിദ്ധീകരണത്തിൽ പുനർജനി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അജി മാഷിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പ്രോത്സാഹനം തന്ന ഒരാളാണ്. ഇപ്പോൾ കബിനിഗിരി സ്കൂളിൽ, ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഷിജി ടീച്ചർ. ടീച്ചറുടെ ഒക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതെ, വിധവ എന്ന കവിതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടീച്ചറുടെ ഒരു മനോനില പറഞ്ഞു. അത്തരം മനോനിലയുള്ള നിരവധി സ്ത്രീകളുണ്ട്.
അവരുടെയൊക്കെ അനുഭവങ്ങളുടെ ഒരു തലം അതിലുണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. അപ്പോൾ പുനർജനി എന്ന് പറയുന്ന കവിതയിൽ ഏകദേശം 18 കവിതകളുണ്ട്. ഈ പുനർജനി എന്ന് പറയുന്ന കവിത പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ്. അതിലും ഇതുപോലെ തന്നെ കുറേയധികം ഭാവതലങ്ങളുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞാൽ. പുനർജനി എന്ന് പറയുന്ന കവിത യഥാർത്ഥത്തിൽ എൻ്റെ ആ പുസ്തകത്തെക്കുറിച്ച് തന്നെ എനിക്കിവിടെ പറയേണ്ടി വരും. കാരണം ആ ഒരു പേര് ആ കവിതയുടെ പേരായതുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യത്തിലേക്ക് എത്തിയ ഒന്ന് തന്നെയാണ് പുനർജനി എന്ന ആ ഒരു പേര്. കവിത തീർച്ചയായിട്ടും ഒരു വീണ്ടും ജനനമായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ജനനവും അതുപോലെ ആ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ജനനവുമാണത്. ഈ പുസ്തകം ഒന്ന് പ്രിൻ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വച്ച് അവിടെ നിന്ന് അതിനെ നശിപ്പിക്കുവാൻ ബോധപൂർവം ശ്രമിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയ ഏതാനും ചില കോപ്പികളാണ് ഞാനിത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ചില വ്യക്തിപരമായ ഒരു സാഹിത്യ ഗ്രൂപ്പിൻ്റെ വ്യക്തിപരമായ ചില വിദ്വേഷത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ പേര് പുനർജനി എന്ന പേര് ഞാൻ സത്യത്തിൽ ആ പേര് ഇട്ടത് എൻ്റെ വീണ്ടുമുള്ളൊരു ജനനം എന്നത്. ആ കവിതയിലും അങ്ങനെയാണ്. അതിനകത്തും മനുഷ്യൻ, നാം ഉൾപ്പെടുന്ന സമൂഹം വീണ്ടും ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന്, ചില മോശമായ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ആ കവിതയിൽ ഞാൻ പറഞ്ഞിരിക്കുക. പക്ഷെ ആ കവിത എഴുതപ്പെട്ട് ആ പുസ്തകത്തിന് ആ പേര് നൽകിയതിന് ശേഷം ആ പേര് അതിന് വളരെയധികം യോജിച്ചു എന്നുള്ളതാണ് ഈ ഒരു അനുഭവം കൊണ്ട്. അല്ല, സാഹിത്യലോകത്ത് പോലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, കാരണം കവിതകൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത് അവനവൻ്റെ സർഗാത്മകതയാണ്. പക്ഷേ അതിൽ പോലും വിദ്വേഷത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നുള്ളൊരു സൂചന ടീച്ചർ തന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സർ, അത് എല്ലാ മേഖലയിലും ഉള്ളതാണല്ലോ. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമാണ്, ശ്രേഷ്ഠമാണ്, പാവനമാണ് എന്നൊക്കെ നാം വാഴ്ത്തിപ്പാടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ഇത്തരം അവസ്ഥയിലും ഇതുപോലെയുള്ള ചില വിഷമുള്ളുകൾ ഉണ്ട് എന്നുള്ളത് അനുഭവമാണ്. ഏറ്റവും ശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രൻ്റെ ഉള്ളിലും കളങ്കം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ അതൊരു അനുഭവമാണ്. അത് ചിലപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഉയർച്ചയെ ആഗ്രഹിക്കുന്നില്ലാത്തതിരിക്കാം, അതുമല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു ചിന്താഗതിയിൽ നിന്നായിരിക്കാം. ഏതാണെങ്കിലും ഞാൻ ആ ഒരു പ്രശ്നം ഉപേക്ഷിച്ചതാണ്, വിട്ടുകളഞ്ഞതാണ്. പക്ഷേ പുനർജനി എന്ന പേര് പറയുമ്പോൾ എനിക്ക് വീണ്ടും അത് തികട്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് ആ പുനർജനി ഇനിയും അനവധി കവിതകളുടെ ജനനത്തിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അത് പറഞ്ഞപ്പോൾ ഞാനൊക്കെ സ്വാഭാവികമായിട്ടും നിരവധി സാഹിത്യകാരന്മാരുമായിട്ട് സംവദിക്കാറുണ്ട്. കുറേയധികം പേരുമായിട്ട് ബന്ധങ്ങളുമുണ്ട്. നല്ല കവിതകൾ എഴുതിയിട്ടുള്ള പലരുടെയും കവിതകൾ ഇപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു സത്യവും ഇതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് ടീച്ചർ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും എഴുത്തുകാർക്ക് പല പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില എഴുത്തുകാർ അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാൽ, സാഹചര്യങ്ങളാൽ മുന്നോട്ട് വരാൻ പറ്റാതിരിക്കുന്നവരാണ്. പിന്നെ ഇപ്പോഴത്തെ എഴുത്ത് മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് സൗഹൃദങ്ങളിലൂടെയാണ് ഒരു അതിനൊരു ഗ്രൂപ്പിസം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആളുകൾ അവരുടെ ആ ഒരു കോക്കസിൽ വരുന്ന ആളുകളെ മാത്രം ഉയർത്തിക്കൊണ്ട് വരുന്നതായിട്ട് ഒരു അനുഭവം, ഒരു ഫീല് ഇടക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നല്ല മികച്ച എഴുത്തുള്ള ആളുകൾ പിന്നാക്കം പോവുകയും, പക്ഷെ അത്രമാത്രം എഴുത്ത് രീതിയിലേക്ക് അല്ലെങ്കിൽ അത്രമാത്രം ഉദാത്തമായ എഴുത്തല്ലാത്ത ആളുകൾ കുതിച്ചു കയറുകയും ചിലത് നമ്മൾ കാണുന്നുണ്ട്. അത് കാലങ്ങൾ അങ്ങനെ തന്നെയാണ്, പഴയ കാലത്തേക്ക് പോയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ മികച്ച എഴുത്തുണ്ടായിട്ടും രചനാ രീതികൾ ഉണ്ടായിട്ടും അറിയപ്പെടാതെ പോയ പല ആളുകളും പണ്ടുമുണ്ട്, ഇന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരം ഗ്രൂപ്പിസം തന്നെയാണ്. ടീച്ചർ ഒരു വലിയ തുറന്നു പറച്ചിലാണ്. ഞങ്ങളൊക്കെ എഴുത്തുകാരല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും അറിഞ്ഞിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയിൽ ഇത് വലിയൊരു സത്യം തന്നെയാണ്. ഏതായാലും കലാകാരന്മാർ നന്മയുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നതിനിടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കാലാകാലമായിട്ട് ടീച്ചർ പറഞ്ഞതുപോലെ തുടർന്നു വരുന്ന കാര്യങ്ങളാണ്. അതിനോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ രാവു പുലരും മുമ്പ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിത, കാരണം അതിൽ തുടക്കം തന്നെ രാവത് പുലരും മുമ്പേ താണ്ടണം ഈ ചുടുകാട്, കണ്ണീരുറഞ്ഞു വിളറിയ മിഴിനീട്ടും വെട്ടമതല്ലോ വഴികാട്ടി. കവിതയുടെ ആരംഭം തന്നെ വളരെ സുന്ദരമാണ്. അതിൽ എന്താണ് വലിയ പ്രചോദനമായിട്ട് അല്ലെങ്കിൽ വായനക്കാർക്ക് നൽകുന്ന പ്രചോദനം? അത് ആ കവിത എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ട കാലത്ത് കവിത രചിക്കുമ്പോൾ ഒരു ഇലക്ഷൻ്റെ കാലമായിരുന്നു. ഇപ്പോൾ ഞാനൊരു വയനാട്ടുകാരിയാണല്ലോ.
അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ വളരെ നിലവാരത്തിൽ താഴ്ന്നു ജീവിക്കുന്ന ആളുകൾ അവരെപ്പോഴും വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവരുടെ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ വെച്ചുകൊണ്ടാണ് അപ്പോൾ എല്ലാ ആളുകളും അവർക്ക് വാഗ്ദാനങ്ങൾ നൽകാൻ ധാരാളം ആളുകളുണ്ട്. കാലങ്ങളായി നാം കണ്ടുവരുന്നൊരു സാമൂഹ്യ അവസ്ഥയത്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരവരുടെ കാര്യം, അവരുടെ ലക്ഷ്യം ചിലപ്പോൾ അവരുടെ വിജയമായിരിക്കാം, മറ്റെന്തുമാവട്ടെ, ആ ഒരു നേട്ടം അവർ കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ തരുന്ന വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അത് കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും അവർ അപ്രത്യക്ഷമാവുകയും അടുത്ത തവണയ്ക്ക് വീണ്ടും അവർ വരികയും ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട്, ആ ഒരു ചിന്തയല്ല, അതൊരു വാസ്തവമാണ്. കാരണം എൻ്റെ ചുറ്റുപാടും അത്തരം ആളുകളെ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഈ രാവെന്ന് പറയുന്നത് നമ്മുടെ കാലികമായ അവസ്ഥ തന്നെയാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വെളിച്ചത്തിലേക്ക് നാം എത്തിയില്ലെങ്കിൽ അത് വളരെ ദൂരമാണ്, എത്താൻ സാധിക്കുകയില്ല. പക്ഷെ അതിലേക്ക് എത്തുകയാണെങ്കിൽ എന്ന പ്രത്യാശയിൽ നിന്നാണ് ആ കവിത എഴുതിയത്. മിക്കപ്പോഴും സാഹിത്യകാരന്മാരെല്ലാം തന്നെ ജനതയ്ക്കൊരു വലിയ പ്രചോദനവും പ്രത്യാശയുമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ടീച്ചർ ആദ്യ കാലഘട്ടത്തിൽ ഡയറികളിലൊക്കെ എഴുതി തുടങ്ങി, അതിനുശേഷം അത് അവിടെ തന്നെ വെച്ചു, പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് തുറക്കാനൊരു അവസരം കിട്ടി. എങ്കിൽ പോലും ഏതൊരു വായനക്കാരിയെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളവുമൊക്കെ ആരെങ്കിലുമൊക്കെ എഴുത്തിലെ പ്രചോദനമായി വരാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും പ്രിയപ്പെട്ട സാഹിത്യകാരന്മാർ നമ്മുടെ എഴുത്തിന് പ്രചോദനമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം എന്നെ സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ എഴുത്തുകാരിയാകുന്നതിന് മുൻപ് വളരെ നല്ല വായനക്കാരിയായിരുന്നു. ഒരു കൊച്ചു കാലത്ത് നമ്മുടെ സാഹചര്യങ്ങൾ, അന്നത്തെ സാഹചര്യം ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പോഴുള്ള പോലെയുള്ള ലൈബ്രറികളോ വായനാ സൗകര്യങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കവറുകളായിരുന്നില്ല നമ്മൾ സാധനങ്ങൾ പൊതിയാൻ ഉപയോഗിക്കുക. വീട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരുന്നത് ചിലപ്പോൾ പത്രക്കടലാസുകളിൽ, പേപ്പറുകളിലൊക്കെയാണ്. അപ്പോൾ ഞാനത് മുറ്റം അടിക്കുമ്പോഴോ അകം അടിക്കുമ്പോഴോ ഒരു കഷ്ണം കടലാസ് കിട്ടി അത് വായിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു തുണ്ട് കടലാസ് വരെ വായിക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അതുപോലെ നടവയൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, സെൻറ്റ് തോമസിൽ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറി പുസ്തകങ്ങൾ 3/4 പങ്ക് ഞാൻ വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരെയും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ തന്നെ MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന ആ കൃതി എനിക്കത് പറയാതെ വയ്യ. കാരണം ആദ്യം ഒന്ന് വായിച്ചു, വീണ്ടും അതേ ഇരിപ്പിൽ തന്നെ വീണ്ടും ഒന്നുകൂടി വായിച്ചു, വീണ്ടും 3 തവണ വായിച്ചിട്ടാണ് ഞാൻ വായന നിർത്തിയത്. സാധാരണ നിലയിൽ നോക്കിയാൽ എന്താണ് അതിലുള്ളത്? സാധാരണ കഥ. പക്ഷേ നമുക്കത് ഒരിക്കലും വിവരിക്കാനാവാത്ത, പറഞ്ഞ് മനസ്സിലാക്കാനാവാത്ത അനുഭൂതിയുടെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കൃതി എനിക്കുണ്ടാക്കിയ ആ അനുഭൂതിയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അതുപോലെ എല്ലാ എഴുത്തുകാരും തന്നെ, എഴുത്തുകാരെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരാളെ എടുത്തു പറയാൻ കഴിയില്ല. കാരണം എല്ലാ എഴുത്തുകളെയും ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ടീച്ചർ നല്ല ലൈബ്രറി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. പ്രത്യേകിച്ചും സ്വന്തം നാട്ടിലെ ലൈബ്രറി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്നു. നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ലൈബ്രറികളെക്കുറിച്ച് അഥവാ വായനയെക്കുറിച്ച് ടീച്ചർക്ക് പറയാനുള്ളതുണ്ട്. തീർച്ചയായിട്ടും പുതിയ കാലത്തെ ലൈബ്രറി എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് വായന മാറിയിട്ട് ഈ വായനയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ലൈബ്രറികൾ ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ഞാൻ ലൈബ്രറിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വളരെ സന്തോഷവും തോന്നുന്നുണ്ട്. ഇടക്കാലത്തുണ്ടായിരുന്ന ആ അപചയം എന്ന് വെച്ചാൽ അതൊന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ നമ്മുടെ ഉണ്ണിക്കുട്ടൻ മാഷാണ് എന്നെ ലൈബ്രറിയുടെ ലോകത്തേക്ക് പുതുതായിട്ട് കൊണ്ടുവന്നത്. ലൈബ്രറി കൗൺസിൽ അവരെ എന്നെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ എഴുത്തുകാർ വായനശാലയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലൈബ്രറിയുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം. അതിലേക്ക് എനിക്ക് തോന്നി പുൽപ്പള്ളിയിലുള്ള ഒട്ടുമിക്ക വായനശാലയിലും ഞാൻ പോയിട്ടുണ്ട്. ഞാനിവിടെ കാപ്പിസെറ്റിൽ തന്നെയുള്ള രാഗൽ ലൈബ്രറിയിൽ വെച്ചാണ് മാഷെ കാണുന്നത്. സാറാണ് എന്നെ എല്ലാ ലൈബ്രറിയിലേക്കും ക്ഷണിക്കുകയും സാറിൻ്റെ ഒപ്പമാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോഴവിടെ കാണാൻ സാധിച്ച പുതിയ പ്രവണത എന്ന് പറയുന്നത് കുറച്ച് യുവജനങ്ങൾ ഇന്നും അതിൻ്റെ താല്പര്യം വിട്ടിട്ടില്ല. അവരിന്നും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുകയും വായിക്കുകയും അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവരെല്ലാം അവിടെ ഒത്തുചേരുന്നുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഒരു ഇടക്കാലത്തുണ്ടായ ആ കുറവ് ഇപ്പോൾ ഒന്ന് മാറി വരുന്നുണ്ട്. പഴയ തലമുറ പുതിയ തലമുറയുടെ കൈ പിടിച്ചുകൊണ്ട് അവരെ ഈ വായനയുടെ വഴിയിലേക്ക് നയിക്കാൻ കാണിക്കുന്ന ഈ ശ്രമം വളരെ സന്തോഷം നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ലൈബ്രറി പ്രവർത്തനങ്ങൾ കേവലം വായനയിൽ ഒതുങ്ങുന്നില്ല, സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൂടി മാറുന്നു എന്ന് അതല്ലേ ടീച്ചർ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഓണമോ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് തീരുന്നു എന്നുള്ളതല്ല, കൃത്യമായ രീതിയിൽ അവിടെ ഓരോ കാര്യങ്ങളും ഓരോന്നും അവിടെ പ്രവർത്തനത്തിലേക്ക് വരുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ, കാരണം അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പഴയ കാലഘട്ടത്തിലെ വായനശാലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വായനശാലകളിൽ പുസ്തകങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്.
കാരണം ഗവൺമെൻറ്റിൻ്റെയും ലൈബ്രറി കൗൺസിലിൻ്റെയും ഒക്കെ ഫണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്നിട്ടും പുതിയ തലമുറ വായനയിലേക്ക് അങ്ങനെ എത്തുന്നു എന്ന് തന്നെയാണോ ടീച്ചർ പറയുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമുക്ക് അങ്ങനെ നിർബന്ധിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. കാലത്തിന് അനുസരിച്ചുകൊണ്ട് അഭിരുചികളും രീതികളും എല്ലാം മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ 1880കളോ 1900കളോ അല്ല ഇപ്പോഴേ. കാലം മാറിയിരിക്കുന്നു. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ വായനയും മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ പുസ്തകമെടുത്ത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇന്ന് ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അങ്ങനെയും വായിക്കുന്ന കുട്ടികളുണ്ട്. ഞാനൊരു മലയാള അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ വായന മരിച്ചിട്ടില്ല എന്ന് പറയാനാണ് എനിക്ക് സാധിക്കുന്നത്. കാരണം വായിക്കുന്ന കുട്ടികളുണ്ട്, അഭിരുചിയുള്ള കുട്ടികളുണ്ട്. പക്ഷേ അത് ലൈബ്രറിയിൽ വന്നിട്ട് അവിടെ ഷെൽഫിലുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന രീതി അല്ല ഇന്ന് കൂടുതലുള്ളത്. ആ രീതി അങ്ങ് മാറി എന്നുള്ളതാണ്. വായന മരിച്ചു എന്ന് വിലപിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. ഏതായാലും നമുക്ക് വീണ്ടും പുസ്തകത്തിലേക്ക് വരാം. അതിൽ മറ്റ് കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കവിതയാണ് ഈ ചുടല നൃത്തം എന്ന് പറയുന്ന ഒരു കവിത. ഒരു പക്ഷേ ഇപ്പോൾ പെണ്ണെഴുത്ത് എന്നല്ല പറയുന്നത്, ഈ സാഹിത്യകാരികളിൽ നിന്ന് വരാവുന്ന വാക്കുകൾക്കപ്പുറം ഈ പാതിബന്ധ ശവങ്ങൾക്ക് കാവൽ നിൽക്കും ശ്മശാനപാലിക എന്ന് തുടങ്ങുമ്പോൾ മിക്കപ്പോഴും ഈ സാഹിത്യകാരികളുടെ മനസ്സിലെ ഒരു മൃദുലതയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയോ എന്നൊരു സംശയം. ആ ഒരു എഴുത്ത് എന്ന് വെച്ചാൽ അത് ആ ഒരു ശവപ്പറമ്പ് സ്വന്തം മനസ്സാണ്, മനുഷ്യ മനസ്സിനെയാണ് ഞാനവിടെ ശവപ്പറമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാൽ എന്തൊക്കെയോ കാര്യങ്ങളാൽ അവിടെ ചുടല നൃത്തമാണ് നടക്കുക എന്നുള്ളതാണ്. നാം പ്രതീക്ഷിക്കുന്നതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നാം കബളിപ്പിക്കപ്പെടുന്നു. ആ മനസ്സിൻ്റെ തേങ്ങലുകളാണ് ആ കവിതയിലുള്ളത്. ഏതായാലും ടീച്ചർ ഒരു മലയാളം അധ്യാപികയായതുകൊണ്ട് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എഴുത്തിനെ കുറിച്ച് എന്താണ്? അപ്പോൾ നമുക്ക് കേവലം നമ്മുടെ ഒരു സ്കൂളിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല, പഴയ കാലഘട്ടത്തിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇത്തരം സാഹിത്യ രചനകൾക്ക് അവസരം കിട്ടുന്നുണ്ട്, മത്സരങ്ങളൊക്കെ ആയിട്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ അത്തരമൊരു മേഖലയിലേക്കുള്ള കടന്നുവരവിൻ്റെ ഒരു സൂചന? പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം രീതി വിതരണം ചെയ്യുന്ന അവസ്ഥ എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. അവസരങ്ങൾ ധാരാളമായി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാർ തലത്തിൽ അതിനുവേണ്ടി തന്നെ അവസരങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ള കുട്ടികളുമുണ്ട്. അവർക്ക് കലോത്സവങ്ങളാണെങ്കിലും സാഹിത്യ ഉത്സവങ്ങളാണെങ്കിലും അതുപോലെ വായനാ ദിനത്തോടനുബന്ധിച്ചാണെങ്കിലും വിവിധ ക്ലബ്ബുകളാണെങ്കിലും സർക്കാർ തലത്തിലാണെങ്കിലും എല്ലാം സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ കാര്യം തന്നെ ലൈബ്രറിയുമായിട്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്കായി ഇത്തരം അവസരങ്ങൾ സാഹിത്യകാരന്മാരെ കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങളും മറ്റും പങ്കുവെച്ചുകൊണ്ട് എഴുത്തിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ നൽകിക്കൊണ്ട് ആ രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വെക്കേഷൻ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മധ്യവേനൽ അവധി കാലങ്ങളിലൊക്കെ ധാരാളമായിട്ട് അത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇടക്കാലത്തുണ്ടായ ആ ഒരു കുറവ് ഇപ്പോൾ നികത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ധാരാളം അവസരമുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രാവശ്യം തന്നെ ഈ മാതൃഭൂമിയുടേതും മറ്റും അവാർഡുകളൊക്കെ വാങ്ങിച്ച് നമ്മുടെ വയനാട്ടിലുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട്, യുവജനങ്ങളായ എഴുത്തുകാരൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എനിക്ക് തോന്നുക കൊറോണ കാലത്തിന് ശേഷം നമ്മുടെ വയനാട്ടുകാർ നന്നായി വായിച്ചിട്ടുണ്ട്. മറ്റു നാടിനെ വെച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നന്നായി എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളുടെ രചനകൾ ഞാൻ വായിക്കാറുണ്ട്. അതെ അതെ അതെ, സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. ഒന്നും ചെയ്യാനില്ലാതിരുന്ന കാലത്ത് വായനയെ ഓർത്തു എന്ന് പറയുന്നതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുക. മറ്റു പലതിനെയും ഓർക്കാമായിരുന്നു. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മെ നന്മയിലേക്കല്ല തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് കാണുന്നതും അനുഭവിക്കുന്നതും കണ്ടറിയുന്നതുമായ ആളുകളാണ്. പക്ഷെ കുറേ ആളുകൾ ഈ വായനയെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ആ വലിയ ഒരു നന്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാന്ദർഭികമായിട്ട് അവാർഡുകളെ കുറിച്ച് കൂടി പറഞ്ഞു. ഏതായാലും ശ്രേഷ്ഠമായ അവാർഡുകൾ ഇനിയൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ആശംസിക്കുന്നത്. അവാർഡുകളെ കുറിച്ച് എന്താണ് ടീച്ചർ? അവാർഡ് എന്ന് പറയുന്നത് ആദ്യമായി കുഞ്ഞുണ്ണി മാഷ് അവാർഡാണ് എനിക്ക് പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ചത്. ആ അവാർഡിന് അവർ പുസ്തകമാണ് ക്ഷണിച്ചത്.
ഒരു പുസ്തകം ക്ഷണിച്ചപ്പോൾ ഞാൻ എൻ്റെ 3 പുസ്തകത്തിൻ്റെ 3 കോപ്പികൾ അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തിട്ടാണ് ഈ കുഞ്ഞുണ്ണി മാഷ് അവാർഡ് ലഭിക്കുകയും ഉണ്ടായത്. അപ്പോൾ ആ അവാർഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ചുവടുവെപ്പായി എന്നുള്ളതാണ്. എൻ്റെ സ്വന്തം നാട്ടുകാരത് ഏറ്റെടുത്തു, ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ മെമ്പർ പാമ്പനാൽ മണിച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് എനിക്ക് ഇവിടെ ഒരു വലിയ അനുമോദനമൊക്കെ സംഘടിപ്പിച്ചത്. പൗരസമിതിയുടെ വലിയൊരു അനുമോദനം ഉണ്ടായിരുന്നു. ഈ കാപ്പിസെറ്റ് കവലയിൽ തന്നെ സ്റ്റേജ് ഒരുക്കിയിട്ട് അവരെ അതൊരു ഉത്സവമാക്കി മാറ്റി എന്നുള്ളതാണ്. പൗരാവലി മുഴുവൻ അതിൽ പങ്കെടുക്കുകയും ഒരു സ്വന്തം കുടുംബത്തിലേക്ക് ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാനിവിടെ മരുമകളായിട്ടാണ് വന്നത്, കാപ്പിസെറ്റിൻ്റെ മരുമകളായിട്ട് വന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ മകളായി മാറി എന്നുള്ളതാണ്. ഇവിടുത്തെ എല്ലാവരും, ഓട്ടോറിക്ഷക്കാർ, അതുപോലെ കച്ചവടക്കാർ തുടങ്ങി എല്ലാവരും അത് ഏറ്റെടുത്തു. എല്ലാവരും ഇപ്പോൾ അതിലേക്ക് എന്നെ എത്തിച്ചത്, ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ശരിക്കും നമ്മുടെ മെമ്പറാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് വലിയ സന്തോഷമാണ്. കാരണം സ്വന്തം നാട്ടിൻ്റെ ആദരവിനപ്പുറം മറ്റൊരാദരവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, ഞാൻ ടീച്ചർ ആദ്യം പറഞ്ഞതിനോടൊന്ന് കൂട്ടി വായിക്കാൻ ശ്രമിക്കുകയാണ്. മിക്കപ്പോഴും ഈ കലാലോകവും സാഹിത്യലോകവും ഒക്കെ ഈ വിദ്വേഷങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രൂപ്പിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതില്ല എന്ന് നമുക്ക് വെറും വാക്കായിട്ട് പറയാം. ഈ അവാർഡുകളും അത്തരത്തിൽ പെടുന്നുണ്ടോ? അപ്പോൾ ടീച്ചർ കിട്ടിയ അവാർഡ് അത് നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ പോലും അവാർഡ്, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ അക്ഷരഭൂമികയിൽ മലയാളത്തിൻ്റെ പ്രശസ്തനായ, പ്രത്യേകിച്ച് വയനാട്ടുകാരനായിട്ടുള്ള അസീസ് തരുവണയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച എനിക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ഈ അക്കാദമികളൊക്കെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് പുസ്തകം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ പുസ്തകം ക്ഷണിക്കുകയല്ല വേണ്ടത്, അക്കാദമി പുസ്തകം കണ്ടെത്തുകയാണ് വേണ്ടത്. അവാർഡിന് വേണ്ടി പുസ്തകം കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഈ അവാർഡുകൾ ചിലപ്പോൾ തരം മാറി പോകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ അവാർഡ് കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പുതിയ കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എഴുത്തിന് അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് എൻ്റെ ഈ പറച്ചിൽ തന്നെ വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷേ ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയാണ് പ്രത്യേകിച്ചും ആ രീതിയിൽ ഇടപെടുന്നത് എന്ന് പറയാം. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവരെ എന്തിനേയും ഏതിനേയും അവാർഡ് കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്ന വലിയൊരു ദോഷം എൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ തുടർന്നു വരുന്ന അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്കും വരും കാലത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തുവെക്കേണ്ട നമ്മുടെ സാഹിത്യ രചനകളുടെ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് എന്തിനും ഏതിനും അവാർഡ്. അപ്പോൾ നേരത്തെ സർ പറഞ്ഞ ആ കാര്യം, അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം ഞാനും യോജിക്കുകയാണ് അതിനോട്. ശരിക്കും കൃതി അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കൃതികൾ അയച്ചു കൊടുത്ത് ഏതെങ്കിലും ഒരു 3-4 അല്ലെങ്കിൽ അതിലൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായ ചായ്വുകൾ വരാം, ഈ നിർണയ കമ്മിറ്റികളിൽ ഒക്കെ ചായ്വുകൾ വരാം. അപ്പം അതിൽ നിന്ന് തന്നെ രചനകൾ കണ്ടെത്തുക എന്നത് വളരെ നല്ല ഒരു രീതിയാണ്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടു. അവർ കേരള മലയാള സാഹിത്യ അക്കാദമി, അങ്ങനെ എന്തോ പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു അവാർഡിനെ കുറിച്ച്. അപ്പോൾ അവർ രചനകൾ ക്ഷണിക്കുകയാണ്, പുസ്തകമല്ല ക്ഷണിക്കുക, നമ്മുടെ രചനകൾ, കവിതകളാണെങ്കിൽ കവിതകൾ അവർ ക്ഷണിക്കുന്നു. എന്നിട്ട് ആ കവിതകളുടെ നിലവാരം നോക്കിയിട്ടാണ് അത് പുസ്തകമാക്കി മാറ്റുക. അത് അവർ തന്നെ ചെയ്യുന്നു ആ രീതിയിലേക്ക്. അപ്പോൾ നല്ല രചനകളെ ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരു അവാർഡ് നിർണ്ണയം എപ്പോഴും നല്ലതാണ്. അക്കാദമിക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം ആ തരത്തിൽ അവർ കൊണ്ടുപോയാൽ അതൊരു നല്ല അഭിപ്രായമായിട്ടായിരിക്കും തോന്നിയത്. അതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. അതുമാത്രമല്ല, ടീച്ചർ സൂചിപ്പിച്ച പോലെ ഇപ്പം ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പല ഗ്രൂപ്പുകൾക്കും വിധേയമായി നിൽക്കുന്നു എന്ന് പറയുന്നു. ഒരു കഥാകാരൻ്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് ആ ഗ്രൂപ്പിലുള്ളവർ അങ്ങനെ ദിനംപ്രതി പറഞ്ഞ് ആ പുസ്തകമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വരുത്തുന്ന ഒരു രീതി പോലും പുതിയ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ടീച്ചർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ പറയുമ്പോൾ കേരള സാഹിത്യ സംഗമവേദി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ എൻ്റെ എഴുത്തിനെയും വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, വഴികൾ കണ്ടെത്തുവാനായിട്ട്. ആ ഒരു ഗ്രൂപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അത് എന്തിനേയും ഏതിനേയും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുകയല്ല, അതിലെ കുറവുകൾ കൃത്യമായി തിരുത്തി തന്നിട്ടുണ്ട്. അതിൽ വിജയകുമാർ നായർ, രാജേഷ് ശ്രീധർ, അതുപോലെ തന്നെ
ചെമ്മനാടൻ മാഷെന്ന് ഞാൻ വിളിക്കുന്ന ചെമ്മനാടൻ മാഷുണ്ട്, അവരെല്ലാവരും ഹനീഫിക്ക, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളുണ്ട് അതിൽ. അവരൊക്കെയാണ് ആദ്യകാലത്ത് എൻ്റെ എഴുത്തുകളെ എല്ലാം മെച്ചപ്പെട്ട രീതിയിലേക്ക്, ഇന്ന് കാണുന്ന രീതിയിലേക്ക് വെട്ടിയൊരുക്കി പാത തെളിച്ച് തന്ന ആളുകൾ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, പക്ഷെ അതിലും മികച്ച ഗ്രൂപ്പുകളുണ്ട്. ഞാൻ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് പറഞ്ഞതല്ല, ആ രീതിയിൽ നിൽക്കുന്ന മറ്റു ഗ്രൂപ്പുകളെയും എനിക്കറിയാം. പക്ഷെ ഇതൊന്നുമല്ല, അത് ഏതിലും അങ്ങനെ ഉണ്ടല്ലോ. ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് പിന്നീട് വരുന്നതെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോകുന്നത് നമ്മൾ പല കാലത്തും കണ്ടിട്ടുണ്ട്. ആ ഒരു രീതി എന്നേ നമുക്കിതിനെ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഏതിലും ചില അപജയങ്ങൾ സ്വാഭാവികമാണ്. അതെ അതെ അതെ. ഏതായാലും പുതിയ എഴുത്തിനെക്കുറിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു കവിതാ സമാഹാരവും ഒരു കഥാസമാഹാരവും വരാനിരിക്കുന്നു. 30 കവിതകളുടെ ഒരു കവിതാ സമാഹാരവും 15ഓളം കഥകളുള്ള കഥാസമാഹാരവും. അതിനെക്കുറിച്ച് കൂടി. കഥ എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കഥകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് ഞാൻ കവിതയല്ല, കഥകളാണ് എഴുതിയിരുന്നത്. പക്ഷെ പിന്നീട് ആ കഥകൾ എന്തുകൊണ്ടും അങ്ങ് മാറ്റപ്പെട്ടു. ഇത് ചുറ്റുപാട് നിന്ന് കണ്ടത് യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ, ജീവിതങ്ങളാണ്, തൊട്ടറിഞ്ഞ ജീവിതങ്ങളെയാണ് ഞാൻ കഥകളാക്കി വെച്ചിട്ടുള്ളത്. 15 കഥകൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അത് ഉടനെ തന്നെ അതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ അത് എല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു ചെല്ലുമ്പോൾ അത് ഇന്ന സ്ഥലത്ത് കണ്ട ഒരാളാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന കഥകളാണ്. അനുഭവങ്ങളെ കഥകളാക്കി മാറ്റിയതാണ്. അതുപോലെ തന്നെയാണ് 30 കവിതകളും തയ്യാറായിട്ടുണ്ട്. അതും അടുത്ത കവിതാ സമാഹാരം എന്നൊരു സ്വപ്നത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അതും ഇതുപോലെ തന്നെയാണ്. കവിതകളെല്ലാം പറയുകയാണെങ്കിൽ സ്വന്തം അനുഭവവും മറ്റുള്ളവരുടെ അനുഭവവും, കണ്ടറിഞ്ഞത്, കേട്ടറിഞ്ഞത്, തൊട്ടറിഞ്ഞത് എന്ന് ചുരുക്കി പറയും. ആ രീതിയിലുള്ള കവിതകൾ. എല്ലാ ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മലമുകളിലെ മഞ്ഞുതുള്ളികൾ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം 24 കവികളുടെ 78 കവിതകളുള്ള ഒരു പുസ്തകമാണ്. അതിലും ടീച്ചർ ഇതുപോലെ തന്നെ പൊയ്മുഖം എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമായിട്ടുള്ള പുസ്തകത്തിലല്ല എങ്കിൽ പോലും അനവധി പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കൂട്ടായ്മയുടെ ചിത്രം എങ്ങനെയുണ്ടായിരുന്നു എന്ന്? അതിലെനിക്ക് അനീഷ് ചീരാലാണ് ഈ ഒരു പുസ്തകം ഇറക്കുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അതിനുശേഷമാണ് അതിൻ്റെ എഡിറ്റർ ജോയി പാലക്കാമല സാറാണ് എന്ന് പറയുകയും ഞാൻ കവിതകൾ അയച്ചു കൊടുക്കുകയും ചെയ്തത്. വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം അതിലെ രചനകളെല്ലാം ഒന്നിനൊന്നിനും മികച്ച രചനകളാണ്. നല്ല എഴുത്തുകാരുടെ, അറിയപ്പെടുന്ന എഴുത്തുകാരുടെ രചനകളാണ് അതിലുള്ളത്. വളരെ നല്ല കൂട്ടായ പ്രവർത്തനം. ഇത്തരം പ്രവർത്തനങ്ങളോട് എപ്പോഴും ഞാൻ യോജിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കവിതകൾ നൽകിയതും. കാരണം നമ്മൾ തന്നെ കവിത ഇറക്കുക എന്ന് പറയുന്നതും ഇത് രണ്ട് രീതിയാണ്. കുറച്ച് ആളുകളുടെ കൂടി ആകുമ്പോൾ നമുക്ക് അവരുമായി സംവദിക്കുവാനും ആ ഒരു എഴുത്തിനെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു രീതിയായിരുന്നു അവർ അനുവദിച്ചത്. അതെ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ ഈ സാഹിത്യലോകത്തെ എണ്ണപ്പെട്ട ആൾക്കാരുടെ അളവ് കുറവായിരുന്നു. ഇന്നിപ്പോൾ ടീച്ചറടക്കമുള്ള നിരവധി പേര് വയനാട്ടിലെ എഴുത്തുകാരെന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ എഴുത്തുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വ്യക്തിപരമായിട്ട് ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുവാനോ അല്ല, എഴുത്തുകാരുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു വസ്തുത ശരിയല്ലേ? ഒരു കുഴപ്പം പിടിച്ച ചോദ്യം എന്നതിനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം ഞാൻ എന്തെഴുതിയാലും എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ലോകത്തേക്ക് വെച്ച് ഏറ്റവും സുന്ദരനാണ് എനിക്ക്. ആ രീതിയിലാണ് ഓരോ എഴുത്തുകാരും തൻ്റെ രചനയെ കാണുക. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എല്ലാ എഴുത്തുകളെയും നമുക്ക് മികച്ചതെന്ന് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, പാരമ്പര്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പുതിയ ആളുകൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അലങ്കാരവും വൃത്തവും കവിത്വവും ഒക്കെ ആയിട്ട് എഴുതി വന്ന നമ്മുടെ മുൻ തലമുറയുടെ ഒരു കാലഘട്ടമുണ്ട്. നമ്മളൊക്കെ പഠിച്ചു വന്നതും നമ്മളൊക്കെ നെഞ്ചേറ്റിയതും അത്തരം കവിതകളാണ്. പക്ഷെ പുതിയ കാലത്തെ കുട്ടികൾ, പുതിയ കാലത്തെ യുവാക്കൾ എഴുതുമ്പോൾ എന്തിനേയും ഏതിനേയും അവർ 3-4 വാക്കുകളിൽ കവിതയാക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതും നല്ലത്, ഇതും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഗദ്യ കവിതകൾ എഴുതുമ്പോൾ ഓരോ കവിതയ്ക്കും അതിൻ്റേതായ മാനങ്ങളുണ്ട്. അപ്പം ഗദ്യ കവിതയെ ആ തലത്തിൽ നിന്നുകൊണ്ട് എഴുതുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സങ്കരമായി പോകാതെ. ചില മികച്ച എഴുത്തുകാർ അങ്ങനെയുണ്ട്, വളരെ നന്നായിട്ട് ഗദ്യ കവിത എഴുതുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പം അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതും നല്ല രീതിയാണ്, സങ്കരമാകുന്നില്ല എങ്കിൽ. അതെ, ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് ടീച്ചർ ഒരു മലയാളം അധ്യാപിക എന്നുള്ള നിലയിൽ പുതിയ കാലഘട്ടത്തിലെ ഭാഷാ പഠനത്തെക്കുറിച്ച്
ടീച്ചർക്ക് എന്താണ്? ഒരു മലയാള അധ്യാപിക, ഞാനും ഒരു മലയാള അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് മുന്നിലിരിക്കുന്നത്. എങ്കിൽ പോലും പഴയ രീതിയിലുള്ള, അപ്പോൾ വൃത്തവും നമ്മൾ പറഞ്ഞു, അലങ്കാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, അത്തരം പഠനങ്ങളൊക്കെ ഒരു പരിധിവരെ വിട്ടുപോകുന്നു. അപ്പോൾ കുട്ടികളുടെ ഭാഷാ പഠനത്തിൻ്റെ ഒരു പൊതുഭാവം എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ? ഭാഷാ പഠനത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിലൊരു ഉത്തരം പറയാൻ കഴിയില്ല. കാരണം DPP കാലം മുതലാണ് നമ്മുടെ പഠനത്തിൻ്റെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന രീതിക്ക് ഒരു മാറ്റം വരുന്നത് ആ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കുട്ടികൾ സ്വയം കണ്ടെത്തുക, ഇപ്പോൾ എണ്ണം പഠിപ്പിക്കുകയാണെങ്കിൽ കല്ലോ മഞ്ചാടിയോ ഒക്കെ കൊണ്ടുവന്ന് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് DPP മാറി. വളരെ നല്ല കാഴ്ചപ്പാടായിരുന്നു ഇത്. കാരണം ഒരുപാട് ഇങ്ങനെ നേരിട്ട് വന്ന് ആ എന്ന് പറയുന്ന ആ വലിയ അക്ഷരത്തെ ഒറ്റയടിക്ക് കുട്ടി എഴുതുന്നതിനേക്കാളും നല്ലത് ലാളിത്യമുള്ളത്, എളുപ്പമുള്ളതിൽ നിന്ന് വിഷമമുള്ളതിലേക്ക് പോവുക. ചുറ്റുപാടുകളിൽ നിന്നാകുമ്പോൾ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വളരെ നല്ല കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ അതിനെ ആ ഒരു രീതി കൊണ്ടുവന്നവർ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു. പിന്നീട് ഇപ്പോൾ എത്തി നിൽക്കുന്നത്, നാമൊക്കെ പഠിച്ചത് വൃത്തവും അലങ്കാരവും അർത്ഥവും പര്യായവും ഒക്കെ പഠിച്ച് ഭാഷയെ കീറി മുറിച്ച് പഠിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ പുതിയ കുട്ടികൾ ഉപരിപ്ലവമായിട്ട് മുകളിൽ മാത്രം പഠിക്കുന്നു, ഉള്ളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു കവിത പഠിപ്പിച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുക എന്താണ്, അവിടെ അലങ്കാരമോ വൃത്തമോ ഒന്നും പറയേണ്ടതില്ല, കവിതയെ കീറി മുറിക്കുകയാണ് ചെയ്യുക, അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. ആ രീതിയിലുള്ള ചില അവസ്ഥകൾ കൊണ്ട് ഇന്ന് അക്ഷരമറിയാത്ത ഒരു തലമുറ നമുക്ക് മുൻപിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മലയാള അധ്യാപിക എന്ന നിലയിൽ സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുക. എൻ്റെയും ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. നമ്മുടെ പിടിയിൽ നിൽക്കാത്ത കുറേ കാരണങ്ങൾ അതിനുണ്ട്. അതെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല. അതുമാത്രമല്ല, അതിനോടൊപ്പം ചേർന്ന് നിന്നേ നമുക്ക് പോകാൻ കഴിയുമെന്നുള്ള ഒരു ഗത്യന്തരമില്ലായ്മ വന്നിട്ടുണ്ട്. ഏതായാലും ടീച്ചറോട് സംബന്ധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എഴുത്തിൻ്റെ ലോകം ഇവിടെ തുറന്നിട്ടേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുതിയ പുതിയ എഴുത്തുകൾ കുറേയധികം ഉണ്ടാകട്ടെ. വരാനിരിക്കുന്ന കവിതകളും അതുപോലെ തന്നെ കഥകളുമൊക്കെ നമ്മുടെ സാഹിത്യലോകം ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രേസി ടീച്ചറുമായി നമ്മൾ സംവദിച്ചു കഴിഞ്ഞു. ഭാഷയുടെയും അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളെക്കുറിച്ച് ടീച്ചർ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. ടീച്ചർക്കിനിയും സാഹിത്യലോകത്ത് ഉന്നതികളിലെത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു കഥാപാത്രവുമായി. നമസ്കാരം.